സിനിമകളിലെ വയലൻസ് കുട്ടികളെയും ചെറുപ്പക്കാരെയും സ്വാധീനിക്കുന്നുവെന്ന് ADGP മനോജ് എബ്രഹാം വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും ഇക്കാര്യത്തിൽ സിനിമാ സംഘടനകളുമായി ചർച്ച നടത്തുമെന്നും മനോജ് എബ്രഹാം പറഞ്ഞു. ജനം ടിവിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിന്റെ പ്രതികരണം. അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോ ഗെയിമുകളും അപകടമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതും കുട്ടികളെ സ്വാധീനിക്കും. ഇത്തരം ഗെയിമുകൾ നിരോധിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിക്കുമെന്നും ADGP വ്യക്തമാക്കി. ലഹരിമരുന്നുകളുടെ ഉപയോഗവും ഇതിനുശേഷമുള്ള അക്രമങ്ങളും മുൻപെങ്ങുമില്ലാത്ത വിധം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ്. സ്കൂളുകളിൽ പോലും ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുന്നു. ഇതിനൊപ്പമാണ് ക്രൂരമായ രീതിയിലുള്ള കൊലപാതകങ്ങളും വർദ്ധിക്കുന്നത്. സിനിമയിലെ വയലൻസും ഇക്കാര്യത്തിൽ കുട്ടികളെയും ചെറുപ്പക്കാരെയും സ്വാധീനിക്കുന്നുവെന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം പറയുന്നു. അത് വളരെ ശരി തന്നെയാണ്. ഇപ്പം ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് കുട്ടികൾ ഡിജിറ്റൽ കുട്ടികളാണ്. കൂടുതൽ ഇവർ സമയം ഒരു ഡിജിറ്റൽ മീഡിയത്തിലാണ് ഇവർ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമയായാലും സോഷ്യൽ മീഡിയ നടക്കുന്ന ഫിലിംസ് ആയാലും റീൽസ് ആയാലും ഇവർ കുറേ കൂടുതൽ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ അവരെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യും. അത് ഫോളോ ചെയ്യാനുള്ള ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. ഇപ്പം തന്നെ നമ്മുടെ പോലീസിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ തന്നെ കുറേ ഗുണ്ട ആക്ടിവിറ്റി, കുറേ ചെറിയ ഇപ്പം ജാനുവരി 1 തന്നെ തൃശ്ശൂർ നടന്നൊരു സംഭവം, ചെറിയ കുട്ടികൾ ഒരു ഗുണ്ട ആക്ടിവിറ്റി, ഒരു മർഡറിൽ ഏർപ്പെടുന്ന ഒരു സംഗതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത കാലത്തെ സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ കുറേ കൂടുതൽ കോൺട്രിബ്യൂഷൻ നമ്മളെന്താ അത് കാണുന്നത്, ഈ സിനിമകളുടെ ഉണ്ട്, റീൽസിൻ്റെ ഉണ്ട്, ഗുണ്ട ആക്ടിവിറ്റിയിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നതും ഈ ഹീനിയസ് ആയിട്ട് ക്രൈംസ്, മേഡേഴ്സും മറ്റേതും ഗ്യാങ് ആക്ടിവിറ്റി, ഗുണ്ട ആക്ടിവിറ്റിയിലോട്ട് പ്രോത്സാഹിക്കുന്ന ഒരു എൻകറേജ് ചെയ്യുന്ന ഒരു രീതി കാണുന്നുണ്ട്. അതല്ലാതെ നമുക്ക് ഗെയിംസ് ഉണ്ട്. ഇതല്ലാതെ വീഡിയോ ഗെയിംസ് തന്നെ കുറേ വീഡിയോ ഗെയിംസ് നമുക്കറിയാം. മിക്കവാറും ഗെയിംസ് വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ ഗെയിംസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കോൺസ്റ്റൻ്റായിട്ട് നമ്മൾ 4-5 മണിക്കൂർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ വയലൻസിനോടുള്ള ഒരു അറപ്പ് മാറുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ഇതൊന്ന് കൈകാര്യം ചെയ്യേണ്ടത് വളരെ കൂടുതൽ ആവശ്യമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. വിഷയം സിനിമാ സംഘടനകളുമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോ ഗെയിമുകൾ നീക്കം ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിക്കും. അതെ, ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിക്കാമെന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഈ മീറ്റിംഗ് വിളിച്ചിട്ട് അവരെ ഒരു റെസ്പോൺസിബിൾ ഒരു ഫിലിം ഉണ്ടാക്കാനുള്ള, റെസ്പോൺസിബിൾ സിനിമ എന്ന് പറയുന്ന കാര്യം അവർക്കും ഒരു അത്യാവശ്യം ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു ഉണ്ടാക്കാനുള്ള കാര്യം സോഷ്യൽ മീഡിയയിൽ ഒരു കുറച്ച് കൺട്രോൾ കൊണ്ടുവരാനും നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇതല്ലാതെ ഗെയിംസിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ MHAനെ ഒന്ന് സമീപിച്ചിട്ട് ഇങ്ങനത്തെ ഒരു വയലൻറ്റ് ഗെയിംസ് ആയിട്ട് അവരെ ഒന്ന് ഇവിടെ ഇന്ത്യയിൽ ബാൻ ചെയ്യാനുള്ള കാര്യമായിട്ട് മുമ്പിലോട്ടും പോകുന്നുണ്ട്. ലഹരി മാഫിയക്കെതിരായ നടപടികൾ വരും ദിവസങ്ങളിലും ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.